Hello guys, welcome back to my YouTube channel Triple Five Angel Tarot Card Reading മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്, ഫ്രീ റീഡിംഗ് അല്ല കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയുടെ ഇന്നത്തെ ചിന്തകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ പേഴ്സന്റെ കറണ്ട് എനർജി അപ്ഡേഷൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ച് ഈ ഒരു റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, സോ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി പ്രകാരം ഒരു സ്റ്റക്നെസ് ആയിട്ടുള്ള എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. സ്റ്റക്നെസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത്യാവശ്യം തടസ്സങ്ങളൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തി ആ തടസ്സങ്ങളെല്ലാം പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും ലെറ്റ് ഇൻ ഗോ എന്ന് പറയുന്ന കാർഡിൽ ആ ഒരു എനർജിയിൽ ഒരു സ്ത്രീ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ സ്ത്രീയുടെ കൈകൾ വിലങ്ങണിയിച്ചിരിക്കുകയാണ്, കൈകൾ കെട്ടിയിരിക്കുകയാണ്, ബന്ധിച്ചിരിക്കുകയാണ്. അത് രണ്ട് ഡോഗ്സ്, പട്ടികൾ വന്നിട്ട് അത് കടിച്ച് പുറകിലേക്ക് വലിക്കുന്നുണ്ട്. സോ അത് ഉദ്ദേശിക്കുന്നത് മോശപ്പെട്ട ചിന്തകളും നെഗറ്റീവായിട്ട് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ എന്തുകൊണ്ടോ സ്റ്റക്നെസ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ചുരുക്കി പറയാനാണെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് തീർത്തും നെഗറ്റീവായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ ആ ഒരു നെഗറ്റീവ് ചിന്തകളെ മുറുകി പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. അതായത് മുന്നോട്ട് നീങ്ങാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു എനർജി പ്രകാരം, അതായത് പാസ്റ്റ് എനർജിയിൽ ഈ പേഴ്സൺ ഒരു തരത്തിലും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. കാരണം നിങ്ങൾക്കിടയിൽ എന്താണോ സംഭവിച്ചത് അതുമായിട്ട് ഓക്കെ, ഇതെന്റെ വിധിയാണ്, അല്ലെങ്കിൽ ഇതെന്റെ തലയിലെഴുത്താണ്, അല്ലെങ്കിൽ ഇതെന്റെ വിധിയാണ്, എനിക്ക് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇരുന്നിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ എനർജി പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ സ്ത്രീകൾ വളരെയധികം നന്നായിട്ട് സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് പോലും ബ്ലെസ്സിങ്സ് ആൻഡ് ലവിങ് വുമൺ ആണ്. അതായത് തീർച്ചയായിട്ടും നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ ഈ പേഴ്സൺ നോക്കി കാണുന്നത് ഒരു അനുഗ്രഹം പോലെയാണ്. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഈ പേഴ്സണ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ആദ്യമൊക്കെ ഒരു സ്റ്റക്ക് ആയിട്ടുള്ള എനർജിയിലാണ് നിന്നിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ ഈ വ്യക്തി അതിനോടെല്ലാം ആ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു പോസിറ്റിവിറ്റിയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് ഈ പേഴ്സൺ വരുമ്പോൾ തീർത്തും നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, ഈ വ്യക്തി ഒരു ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് പ്രോസസ്സിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മനസ്സിന് വളരെയധികം സന്തോഷം, സമാധാനം, അതുപോലെ ആത്മീയപരമായിട്ടുള്ള വളർച്ച, ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ബാലൻസിങ് എനർജിയാണ് വന്നിട്ടുള്ളത്. അതായത് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ പരിപൂർണമായിട്ടും ഈ വ്യക്തി ഒരു ബാലൻസിങ് എനർജിയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ അതിലേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി പ്രകാരം കാണപ്പെടുന്നത്. ഓക്കെ, എന്തായാലും ഈ പേഴ്സൺ കുറെ കാര്യങ്ങളിൽ ഒരു സേഫ് സോണിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ കുറെ കാര്യങ്ങളൊന്നും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. കുറെ കാര്യങ്ങൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയുന്നില്ല. ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്താണ്, ഈ പേഴ്സൺ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, എക്സെട്ര എക്സെട്ര, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ മറച്ച് വെക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് തീർത്തും ഒരു ദിവസം നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും.
യൂണിവേഴ്സ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം ഒരുക്കി തരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പേഴ്സൺ ഒരു 2 സ്റ്റെപ്പ് പുറകിലേക്ക് വെക്കുന്നുണ്ടെങ്കിൽ ഒരു 10 സ്റ്റെപ്പ് മുന്നിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഈ പേഴ്സൺ എടുക്കുന്നതായിരിക്കും. പക്ഷേ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി പ്രകാരം എന്താ പറയാ, ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് വെറുതെ ഇത്രയും കാലം ഈ പേഴ്സൺ വെറുതെ ഇരിക്കുകയായിരുന്നു, ഓരോ കാര്യങ്ങൾ ചിന്തിച്ചും വിധിയെ പഴിച്ചും നെഗറ്റീവ് പറഞ്ഞും ഒക്കെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് ഈ പേഴ്സൺ എന്താണ്, ഒരുപാട് മാറ്റങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു വലിയൊരു എനർജിയാണ് നമുക്ക് ലെറ്റിൻ ഗോ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് ആണ്, വളരെ പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു ബാലൻസിങ് എനർജിയിലേക്ക് ഈ പേഴ്സൺ വരുന്നതാണ്. ബിക്കോസ് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ എന്തുകൊണ്ടും വളരെ അനുഗ്രഹമാണെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. ഓക്കെ, എത്രത്തോളം നിങ്ങൾ രണ്ടുപേരും അകന്നു പോയാലും നമ്മൾ രണ്ടുപേരും ഒന്നിക്കും എന്നാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. റിയൂണിയൻ ആണ്, അതുപോലെ ഡേ ഡ്രീമിംഗ് ആണ്. ഐ ആം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു. ഓക്കെ, ഫുൾ ടൈം ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അത് രാത്രിയോ പകലെന്നോ ഇല്ലാതെ നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുകയും അതിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ചിന്തകൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.